നമസ്കാരം, V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ജനകീയ കൂട്ടായ്മയുടെ കരുത്തും കരുതലുമായി മുളങ്കുന്നത്തുകാവ് സർക്കാർ മെഡിക്കൽ കോളേജ്. ഏക്കർ കണക്കിന് വരുന്ന മെഡിക്കൽ കോളേജ് സ്ഥലങ്ങൾ സമ്പൂർണ്ണമായി നവീകരിക്കുന്ന ക്ലീൻ ക്യാമ്പസ് പദ്ധതിക്ക് ആവേശപൂർണ്ണ തുടക്കം. സമ്പൂർണ്ണ മാലിന്യ നീക്കം ഉറപ്പാക്കും. പൊന്തക്കാടുകൾ വെട്ടിമാറ്റും. വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണും. സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട വ്യക്തികൾക്ക് തലയിലണിയാൻ തെങ്ങോല തൊപ്പി. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്താനുള്ള പദ്ധതികൾ ചർച്ചകളിലും കടലാസുകളിലും മാത്രം. മുള്ളൂർക്കര വാഴക്കോട് മേഖലയിൽ വീണ്ടും മാനവിഹാരം. വലിയ തോതിൽ കാർഷിക നാശം സൃഷ്ടിച്ചു. തെങ്ങുകളും ഫലവൃക്ഷങ്ങളും കുത്തിമറിച്ചിട്ടു. തിങ്കളാഴ്ച പുലർച്ചെയാണ് ആനയെത്തിയത്. തുരത്താനായത് ഗുണ്ട് പൊട്ടിച്ച മണിക്കൂറുകൾക്ക് ശേഷം. ജനത്തിന് ഭീതിയും ആശങ്കയും മാത്രം കൂട്ടാം. പെരുമഴയിൽ തകർന്നടിഞ്ഞ വടക്കാഞ്ചേരിയിൽ ദുരിതബാധിതരെ സന്ദർശിച്ച BJP ജില്ലാ പ്രസിഡന്റും സംഘവും. കുന്നിടിഞ്ഞ് ദുരിതത്തിൽ കഴിയുന്ന ഇരട്ടക്കുളങ്ങരയിലെ ജനങ്ങളെ ആശ്വസിപ്പിച്ച അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. ഉരുൾപൊട്ടൽ ജാഗ്രത നിലനിൽക്കുന്ന അകമലയിലും നേതാക്കളെത്തി. വെള്ളം കയറി കോടികളുടെ നാശനഷ്ടം സംഭവിച്ച വടക്കാഞ്ചേരി പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും സന്ദർശനം. വെള്ളപ്പൊക്ക ഇരകൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് അനീഷ് കുമാർ. നീണ്ടകാലത്തെ മുറവിളികൾക്കൊടുവിൽ മുണ്ടത്തിക്കോടിന്റെ വലിയ കുതിപ്പിന് പുത്തൻ പ്രതീക്ഷ. മിണാലൂർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യത്തിലേക്ക്. കായിക വകുപ്പ് അനുവദിച്ച 1,41,36,000 രൂപ ചിലവഴിച്ച് നവീകരണം. ഓഗസ്റ്റ് 9 കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കളിസ്ഥലവും അത്യന്താധുനിക സൗകര്യ നിറവിലേക്ക്. നിർമ്മാണോദ്ഘാടനം നടക്കുമെന്ന സേവർ ചിറ്റിലപ്പള്ളി MLA. ഉരുൾ തകർത്ത വയനാട്ടിൽ കണ്ണീർ പ്രവാഹം. ദുരന്തത്തിൽ ഓർമ്മപ്പൂക്കളായവർക്ക് സർവ്വമത പ്രാർത്ഥനയോടെ ഒരു മണ്ണിൽ അന്ത്യവിശ്രമം. കൂട്ടസംസ്കാരം പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷനിൽ. സാക്ഷികളായി ബന്ധുക്കളടക്കം ആൾക്കൂട്ടം. അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ മന്ത്രിമാരും ജനപ്രതിനിധികളും. വയനാട്ടിലേക്ക് സ്നേഹക്കരുതലിന്റെ പ്രവാഹം. DYFI മുണ്ടത്തിക്കോട് അമ്പലനട യൂണിറ്റ് ആദ്യഘട്ട തുക കൈമാറി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ 1 മാസത്തെ ശമ്പളം നൽകി. കുരുന്നുകളുടെ കുടുക്കകളും കുഞ്ഞു സമ്പാദ്യങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക്. സാലറി ചലഞ്ചുമായി സർക്കാർ എത്തുന്നു. ജീവനക്കാരുടെ 5 ദിവസത്തിന് മുകളിലുള്ള ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് ഈടാക്കാൻ ആലോചന. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കാട്ടുകൊമ്പൻ കവാലി. നിരത്തിലിറങ്ങിയ കൊമ്പൻ ഡെപ്യൂട്ടി തഹസിൽദാറും സംഘവും സഞ്ചരിച്ച വാഹനങ്ങൾ തടഞ്ഞിട്ടു. രഞ്ജിത്ത് കുമാറും കൂട്ടരും ആനക്കലിയിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഷോളയാർ പെൻസ്റ്റോക്കിന് സമീപമായിരുന്നു കൊമ്പൻ വിഹാരം. രാമായണ മാസാചരണം. ക്ഷേത്രങ്ങൾ ഭക്തിസാഗരം. രാമായണ ശീലുകളാൽ മുഖരിതം ക്ഷേത്ര സമുച്ചയങ്ങൾ. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവിൽ ആയില്യം പൂജ ഭക്തിസാന്ദ്രം. തറപ്പക്കാവിൽ നടന്ന പൂജയ്ക്ക് കാർമ്മികനായി മേൽശാന്തി അനീഷ് കൈലാസം. ലാറ്റക്സ് കമ്പനിയിൽ നിന്നും ആസിഡ് അടങ്ങിയ മലിനജലം ഒഴുകി ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി നശിച്ചതായി ആരോപണം. തിരുവല്ലാമലയിലെ ദേവി ലാറ്റക്സ് കമ്പനിക്കെതിരെയാണ് പരാതി. നടപടി വേണമെന്ന് കർഷക സമൂഹം. ആസിഡ് ജലം കൃഷിഭൂമിയിലേക്ക് ഒഴുകിയിട്ടില്ലെന്ന കമ്പനി മാനേജ്മെന്റ്. മഴയിലാണ് കാർഷിക നാശമെന്നും വിശദീകരണം. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികം 4ാം നൂറുദിന പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാതല തദ്ദേശ അദാലത്ത് 13-ന്. തദ്ദേശ മന്ത്രി MB രാജേഷ് നേതൃത്വം നൽകും. തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകി തീരുമാനമാകാത്ത പരാതികളിൽ നടപടി സ്വീകരിക്കാൻ തീരുമാനം. ഓഗസ്റ്റ് 13-ന് ടൗൺ ഹാളിൽ വെച്ചാണ് അദാലത്ത്.